കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന ഗുരുതരമായ ആരോപണങ്ങളെയുമാണ്. എന്നാൽ ആ വാർത്തകളെല്ലാം മുക്കിക്കളയാനും ജനശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിക്കാനുമായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നാടകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിൽ ഇത് രാഹുൽ എന്ന വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് രാഹുലിലൂടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇടതുപക്ഷത്തിനെതിരായ ജനരോഷം തണുപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രം കൂടിയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അഴിമതിക്കഥകളും ഭരണപരാജയങ്ങളും ചർച്ചയാകുമ്പോൾ കൃത്യമായി ഇത്തരം വ്യക്തിപരമായ ആരോപണങ്ങൾ പുറത്തു വരുന്നത് യാദൃശ്ചികമല്ല. ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾക്ക് മറുപടി പറയാനില്ലാത്തവർ നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാനാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരു യുവനേതാവിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ കോൺഗ്രസിൻ്റെ പോരാട്ട വീര്യം ഇല്ലാതാക്കാമെന്നും മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായ വാർത്തകൾക്ക് പകരം ഇത്തരം വിവാദങ്ങൾ നിറയ്ക്കാമെന്നുമാണ് ഇവർ കണക്കുകൂട്ടുന്നത്. PJ കുര്യനെ പോലുള്ള മുതിർന്ന നേതാക്കളെ രാഹുൽ സന്ദർശിക്കുന്നതിനെ പോലും വിവാദമാക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: കോൺഗ്രസിനുള്ളിൽ കുഴപ്പങ്ങളാണെന്ന് വരുത്തി തീർക്കുക. സർക്കാരിനെതിരെ ഉയരുന്ന ജനവികാരം മൂടിവെക്കാൻ, കോൺഗ്രസിനെ ബലിയാടാക്കാനുള്ള ഈ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ്. ഇടതുപക്ഷത്തിനെതിരായ ഓരോ വാർത്തയും പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പുതിയ വിവാദങ്ങൾ നിർമ്മിക്കുന്ന ഈ ശൈലി കേരളം തിരിച്ചറിയണം. ഇവിടെ ചില മാധ്യമങ്ങൾ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. സർക്കാരിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നവർ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ അത് ആഘോഷമാക്കുകയാണ്. 7 മിനിറ്റും 5 മിനിറ്റും നീളുന്ന വീഡിയോകൾ ചാനലുകൾ പുറത്തുവിടുമ്പോൾ അതിൽ വസ്തുതകളേക്കാൾ കൂടുതൽ വ്യക്തിഹത്യയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അന്വേഷിക്കുന്നതിന് പകരം അതെങ്ങനെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാമെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഇത്തരം മാധ്യമ വിചാരണകൾ നടത്തി ഒരു ജനകീയ നേതാവിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് കേരളത്തിലെ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയും. ഇതുമായി ബന്ധപ്പെട്ട മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. അഭിപ്രായങ്ങൾ ഉണ്ടാകും, ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവർക്ക് പറയാം. ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ പിന്നെ ഡബ്ബിങ് പലതും ഞാൻ കേട്ടു. പക്ഷേ ലിപ് മൂവ്മെൻറ്റുമായിട്ട് സിങ്ക് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ആകെ സംസാരിച്ചത് അദ്ദേഹം ഇപ്പം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഉണ്ടാവും. അദ്ദേഹത്തിനിടയ്ക്ക് ചില ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളല്ല, ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ നേരം അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ആ വിഷയത്തെപ്പറ്റി ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി അദ്ദേഹം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ PJ കുര്യൻ. അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെയും, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഈപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത്, ഞാനിപ്പോൾ തിരക്കായിട്ട് പോവുകയാണ്, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി. നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് നിങ്ങൾക്ക് അതിനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു കാലത്തും ഞാൻ കൈകടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം, മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട്
സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര വലിയ കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത്, എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെയില്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ നോട്ടിഫിക്കേഷനൊക്കെ വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ല, നമുക്കത് പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പം തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം.